തിരൂരിൽ മലയാള സർവകലാശാലയ്ക്ക് മുന്നിൽ ദളിത് വിദ്യാർത്ഥിനി അനഘ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നതായി വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സർവകലാശാലയ്ക്ക് ഇക്കാര്യത്തിൽ യാതൊന്നും ഒളിച്ചുവെക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ ആന്റി റാഗിംഗ് സെല്ലും SC/ST സെല്ലും സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ സിൻഡിക്കേറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. രണ്ട് റിപ്പോർട്ടുകളിലും വിദ്യാർത്ഥിനി ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സുതാര്യത ഉറപ്പുവരുത്താൻ സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. നിലവിൽ നടക്കുന്ന സമരത്തിനെതിരെയും VC പ്രതികരിച്ചു. ഞങ്ങളുടേതായ സർവകലാശാലയുടേതായ നിലപാട് എന്താണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമായതുകൊണ്ട് ആണ് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളൊന്ന് വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. ഇപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ അവസ്ഥയിൽ സർവകലാശാല എടുക്കേണ്ട നിലപാടുകളൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ രീതിയിലുള്ള ഒരു കൂട്ടായ്മയിൽ ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിച്ചത്. ഈ അനഘ ശശി എന്ന് പറയുന്ന ആ ഒരു ഗവേഷക, യഥാർത്ഥത്തിൽ ആ ഗവേഷകയെ സംബന്ധിച്ചിടത്തോളം സർവകലാശാല ഏതൊരു ഗവേഷണ വിദ്യാർത്ഥിയെ സമീപിക്കുന്നത്, എത്ര ആത്മാർത്ഥതയോടുകൂടിയാണോ ഏതൊരു സർവകലാശാല വരുന്ന കുട്ടിയെ സമീപിക്കുന്നത്, അതേ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഇതുവരെ സമീപിച്ചിട്ടുള്ളത്, ഇപ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നതും. സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം നടത്തുന്നവർ തങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ സർവകലാശാല അധികൃതരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും കൂടാതെ സമരം നയിക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതും ആരൊക്കെയാണെന്നതിനെക്കുറിച്ച് സർവകലാശാലയ്ക്ക് കൃത്യമായ വിവരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ചാനൽ തിരൂർ.